ഈ കാണുന്ന പ്ലോട്ട് 5 സെന്റ് ആണ്. കുറച്ച് ചെരിവുള്ള ഒരു പ്ലോട്ടാണിത്. ഈ പ്ലോട്ടിലേക്ക് അനുയോജ്യമായ ഒരു 4 ബെഡ്റൂം വീട് നമുക്ക് പ്ലാൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ പ്ലോട്ട് ഉള്ളത് വയനാട് സുൽത്താൻ ബത്തേരിയിലാണ്. ഹലോ ഫ്രണ്ട്സ്, ഞാൻ റമീസ് അലി. എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ 5 സെന്റ് പ്ലോട്ടിൽ നിർമ്മിക്കേണ്ട വീടിന്റെ പ്ലാനിങ് കുറച്ച് ചലഞ്ചിങ് ആണ്. കാരണം ഈ വീട്ടിൽ ഉൾപ്പെടുത്തേണ്ട സൗകര്യങ്ങൾ കുറച്ച് വലുതാണ്. 4 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂംസ് ടോട്ടലായിട്ട് ഇതിനകത്ത് വേണം. ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു സിറ്റ് ഔട്ട്, ലിവിംഗ് ഏരിയ, ഡൈനിങ് ഏരിയ, കിച്ചൺ, വർക്ക് ഏരിയ, 2 ബെഡ്റൂംസ് എന്നീ സൗകര്യങ്ങളാണ് വേണ്ടത്. ഫസ്റ്റ് ഫ്ലോറിൽ 2 ബെഡ്റൂംസ്, ഒരു ഹോം തിയേറ്റർ, ബെഡ്റൂംസ് 2 ബാത്ത് അറ്റാച്ച്ഡ് ആയിരിക്കണം, ഒരു ഓപ്പൺ ടെറസ്, ബാൽക്കണി എന്നീ സൗകര്യങ്ങൾ ഫസ്റ്റ് ഫ്ലോറിലും വേണം. അപ്പോൾ ഈ 5 സെന്റ് പ്ലോട്ടിൽ ഇത്രയും സൗകര്യങ്ങളോടുകൂടിയ ഒരു വീട് നിർമ്മിക്കുക അല്ലെങ്കിൽ വീട് പ്ലാൻ ചെയ്യുക എന്നുള്ളത് കുറച്ച് ചലഞ്ചിങ് തന്നെയാണ്. എന്തായാലും ഞാനൊരു പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഈ പ്ലോട്ട് ഫേസ് ചെയ്യുന്നത് വെസ്റ്റ് സൈഡിലേക്കാണ്, പടിഞ്ഞാറ് വശത്തേക്കായിട്ടാണ്. ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കാണുന്നതാണ് ഞാൻ ഡിസൈൻ ചെയ്ത വീട്. ഇനി നമുക്ക് പ്ലാൻ നോക്കാം. വീടിന്റെ മുൻവശത്ത് ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു സ്റ്റീൽ കാർ പോർച്ച് നൽകിയിട്ടുണ്ട്. വീടിന്റെ പുറത്ത് നിന്ന് അകത്ത് കയറുമ്പോൾ നമ്മൾ ആദ്യം എത്തിച്ചേരുക ഈ ഒരു സിറ്റ് ഔട്ടിലേക്കാണ്. ചെറിയൊരു സിറ്റ് ഔട്ടാണിത്. സിറ്റ് ഔട്ടിൽ നിന്ന് നേരെ കയറുന്നത് ഫയർ സ്പേസിലേക്കാണ്. ഫയറിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു ഫോമൽ ലിവിംഗ് ഏരിയ നൽകിയിട്ടുണ്ട്. ലിവിംഗിലേക്ക് നല്ല വെളിച്ചം കിട്ടാനായിട്ട് വിൻഡോസും 2 വശങ്ങളിലായിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഫോയറിൽ നിന്ന് നമ്മൾ നേരെ പോയി എത്തുക ഈ ഒരു ഡൈനിങ് സ്പേസിലേക്കാണ്. ഡൈനിങ്ങിന്റെ മുകൾ വശം ഓപ്പൺ ആണ്. അതായത് ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് സീൻ ബിലോ ആയിട്ട് ഈ ഡൈനിങ് കാണാവുന്നതാണ്. ഡൈനിങ്ങിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് കിച്ചൺ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കിച്ചണിലേക്ക് വെളിച്ചം കിട്ടാനായിട്ട് ഒരു വിൻഡോസ് ഇവിടെ കൊടുത്തിരിക്കുന്നു. കിച്ചൺ ഓപ്പൺ കിച്ചൺ ആയിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കിച്ചണോട് അറ്റാച്ച്ഡ് ആയിട്ട് ഒരു വർക്ക് ഏരിയ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. ഡൈനിങ്ങിലേക്ക് ആവശ്യമായിട്ടുള്ള വാഷ് ഏരിയ സ്റ്റെയറിന്റെ താഴെയായിട്ടാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഗ്രൗണ്ട് ഫ്ലോറിൽ മൊത്തം 2 ബെഡ്റൂംസ് ആണുള്ളത്. അതിൽ ഒന്നാമത്തെ ബെഡ്റൂം ഇതാണ്. ഈ ബെഡ്റൂം ഒരു മാസ്റ്റർ ബെഡ്റൂമാണ്. മാസ്റ്റർ ബെഡ്റൂമിനോട് അറ്റാച്ച്ഡ് ആയിട്ട് ഒരു ഡ്രസ്സിംഗ് ഏരിയ, ടോയ്ലറ്റ് നൽകിയിരിക്കുന്നു. ബെഡ്റൂമിലേക്ക് നല്ല വെളിച്ചം കിട്ടാനായിട്ട് ഇരുവശങ്ങളിലും ജനലുകൾ കൊടുത്തിട്ടുണ്ട്. ഗ്രൗണ്ട് ഫ്ലോറിലെ 2ാമത്തെ ബെഡ്റൂം ഇതാണ്. ഈ ബെഡ്റൂമിനോട് ചേർന്നും അറ്റാച്ച്ഡ് ആയിട്ട് ഒരു ഡ്രസ്സിംഗ് ഏരിയ, ടോയ്ലറ്റ് നൽകിയിട്ടുണ്ട്. നല്ല വെളിച്ചം കാറ്റുകൾ ലഭിക്കാനായിട്ട് ഇരുവശങ്ങളിലും ജനലുകൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോർ പ്ലാൻ നോക്കാം. ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് ഫസ്റ്റ് ഫ്ലോറിലേക്ക് സ്റ്റെയർ എത്തിയാൽ നമ്മൾ എത്തുക ഈ ഒരു പാസേജ് ഏരിയയിലേക്കാണ്. ഈ പാസേജിൽ നിന്ന് ഈ സീൻ ബിലോയിലൂടെ നോക്കിയാൽ ഡൈനിങ് ഏരിയ കാണാം. ഫസ്റ്റ് ഫ്ലോറിൽ മൊത്തം 2 ബെഡ്റൂംസ് ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ ബെഡ്റൂം ഇതാണ്. ഈ ബെഡ്റൂമിനോട് ചേർന്ന് അറ്റാച്ച്ഡ് ആയിട്ട് ഒരു ഡ്രസ്സിംഗ് ഏരിയ, ടോയ്ലറ്റ് നൽകിയിട്ടുണ്ട്. നല്ല കാറ്റും വെളിച്ചം ലഭിക്കാനായിട്ട് ആവശ്യത്തിന് വിൻഡോസ് എല്ലാം പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. ഫസ്റ്റ് ഫ്ലോറിലെ 2ാമത്തെ ബെഡ്റൂം ഇതാണ്. ഈ ബെഡ്റൂമിനോട് ചേർന്നും അറ്റാച്ച്ഡ് ആയിട്ട് ഒരു ഡ്രസ്സിംഗ് ഏരിയ, ടോയ്ലറ്റ് നൽകിയിട്ടുണ്ട്. നല്ല കാറ്റും വെളിച്ചം ലഭിക്കാനായിട്ട് ജനലുകൾ ഇരുവശങ്ങളിലായിട്ട് നൽകിയിരിക്കുന്നു. ഫസ്റ്റ് ഫ്ലോറിൽ ഒരു ഹോം തിയേറ്റർ സ്പേസ് ഈ ഭാഗത്തായിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു ബാൽക്കണി വീടിന്റെ മുൻവശത്തായിട്ട് ഈ ഭാഗത്തായിട്ട് കൊടുത്തിരിക്കുന്നു. ഫസ്റ്റ് ഫ്ലോറിൽ ഒരു ഓപ്പൺ ടെറസ് നമുക്ക് ഈ വശത്തായിട്ട് പുറകുവശത്തായിട്ട് ലഭിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് റൂഫിലേക്ക് കയറാനായിട്ട് ഒരു സ്റ്റെയർ കേസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. ഇത്രയുമാണ് ഗ്രൗണ്ട് ഫ്ലോറിലും ഫസ്റ്റ് ഫ്ലോറിൽ നൽകിയിട്ടുള്ള സൗകര്യങ്ങൾ. ഇനി നമുക്ക് വീടിന്റെ കുറച്ച് 3D എലിവേഷൻ വ്യൂസ് കാണാം.
അപ്പോൾ ഈ വീടിന്റെ 3D എലിവേഷൻസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്താൻ മറക്കരുത്. ഈ വീടിന്റെ ഗ്രൗണ്ട് ഫ്ലോർ ഏരിയ 1068 സ്ക്വയർ ഫീറ്റും ഫസ്റ്റ് ഫ്ലോർ ഏരിയ 926 സ്ക്വയർ ഫീറ്റും ടോട്ടൽ ഏരിയ 1994 സ്ക്വയർ ഫീറ്റുമാണ്. ഈ വീട് നിർമ്മിക്കാനുള്ള ബഡ്ജറ്റ് കണക്കാക്കുന്നത് 37.5 ലക്ഷം രൂപയാണ്. സർവീസ് ആവശ്യങ്ങളൊക്കെ ആയി നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പർ വഴി കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വാട്സ്ആപ്പാണ് ചെയ്യേണ്ടത്, കോൾ അല്ല. വാട്സ്ആപ്പാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ ഈ വീടും പ്ലാനും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ദ വീഡിയോ ആൻഡ് സബ്സ്ക്രൈബ് ടു ദ ചാനൽ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ദിസ് ഇസ് റമീസ് സൈനിങ് ഓഫ്.